വാഹനം നിറയെ സ്ത്രീകളാണ് ഇപ്പോൾ യാത്രയ്ക്ക് തയ്യാറായി. ഇതിപ്പോൾ കുന്നമംഗലത്തേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിൽ യാത്രയ്ക്ക് തയ്യാറായി വന്നിരിക്കുന്നു. ഒരുപാട് ലിസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ അവർ ഇതിനകം തന്നെ കരുതിയിട്ടുണ്ട്. തിരുവനന്തപുരം പോകണമെന്ന് പറയുന്നവരുണ്ട്, ആറ്റുകാൽ പോകണമെന്ന് പറയുന്നവരുണ്ട്, മറ്റ് മനസ്സിൽ കണ്ടുവച്ച ഒരുപാട് മോഹങ്ങളുണ്ട് യാത്ര ചെയ്യാൻ. അതൊക്കെ വരും ദിവസങ്ങളിലായി സാധിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. അവർ ഈ സർക്കാർ വൈകിയതൊന്നും തങ്ങളുടെ പ്രശ്നമല്ലല്ലോ. UDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ച് പറഞ്ഞത് 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യമായി, എല്ലാ ബസ്സുകളിലും സൗജന്യമായി. എന്താണ് എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? ഞങ്ങളിപ്പോ താമരശ്ശേരി അവിടേക്കാണ്. ഈ ടിക്കറ്റ് എടുക്കുമോ? ഇല്ല, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനാണ്. എന്താ ടിക്കറ്റ് എടുക്കാൻ യാത്ര ചെയ്താൽ കുറ്റമല്ലേ? അല്ല, ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നാണല്ലോ പറഞ്ഞത്. അല്ല, സർക്കാരായിട്ടില്ല. ഈ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. അതൊന്നും ഞങ്ങൾ ബാധിക്കുന്ന കാര്യമില്ല. ഇന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പൊ ഒരുപാട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ പിന്നെ ഒരുപാട് യാത്രകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അവിടെ മാത്രമല്ല, KSRTC കേരളത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതെ, ഞങ്ങൾ ഈ മൊത്തം ഈ KSRTC യാത്ര ചെയ്യാനാണ് തീരുമാനം. അപ്പൊ സ്ത്രീകൾ എന്തായാലും യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെ, ഒരുപാട് ആഗ്രഹം യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. എന്തായാലും അവര് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുമല്ലോ. എന്തായാലും ഇന്നാണല്ലോ ഡേറ്റ് പറഞ്ഞത് 15-ാം തീയതി. അപ്പൊ അധികാരത്തിൽ വരാത്ത ഞങ്ങളെ കുറ്റമല്ലല്ലോ, അവരെല്ലാണല്ലോ. 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി അധികാരത്തിൽ വരാത്തത് ആരെ കുഴപ്പമാണ്? 15-ാം തീയതി ഡേറ്റ്. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.